അപ്പോൾ ഞാൻ ചേച്ചിയും കൂടെ ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ നൈറ്റാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാകുമ്പോൾ സൺഡേ ലീവല്ലേ, അവിടെ നിൽക്കാൻ നല്ല രീതിക്കാണ് കേട്ടോ. അപ്പോൾ വാവച്ചേട്ടായാണ് നമ്മളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നത്. രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ നഗ്നമായ സത്യം മനസ്സിലാക്കിയത്. ഞങ്ങളുടെ അമ്പലത്തിൽ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമല്ല, കുറച്ച് അങ്ങോട്ട് പോയിട്ടുള്ള അമ്പലത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബിന്ദുമ്മ പുറത്തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു. ഞാൻ എൻ്റെ ബാഗും കിടക്കൊക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഗൊക്കെ വെച്ചിട്ട് നല്ല സുഖമായിട്ട് അവിടുത്തെ സോഫയിൽ കിടക്കുന്നുണ്ട്. എനിക്ക് അവിടുത്തെ സോഫ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് ബിന്ദുമ്മ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബേക്കറി നിന്ന് കുറച്ച് നേരം TV കാണാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിച്ചേടായി വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിച്ചേടായി കാലിക്കറ്റ് വർക്ക് ചെയ്യാണ്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് വരെ മൺഡേ മോർണിംഗ് പോവാണ്ട് ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടത്തോടെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് ബിഗ് ബോസിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ കുറച്ച് ദോശയും ചിക്കൻ കറിയൊക്കെ ഒന്ന് നൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നേരെ കിടന്ന്. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.